Hi students, next we are going to study about what is frame buffer or refresh buffer. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലുള്ള പിക്സൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ടുഡേ നമ്മൾ എന്താണ് ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ എന്താണെന്ന് നോക്കാം. ഈ ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഒരു മെമ്മറിനെയാണ് ഇത് ബഫർ എന്ന് പറയുന്നത്, ഫ്രെയിം ബഫർ. ഓക്കെ, ആ ഒരു മെമ്മറിയിലാണ് നമ്മൾ എന്താണ് ഇമേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ വ്യൂ ചെയ്യുന്ന, സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഇമേജസ്, ആ ഇമേജസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡെപ്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറീൻ്റെ ഒരു പ്രത്യേക സ്ഥലത്താണ്. കമ്പ്യൂട്ടർ മെമ്മറീൻ്റെ അത് റാമിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിൽ പോലും പുതിയ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ബഫർ. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഇമേജസ്, ഓക്കെ, ആ ഇമേജസിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഉള്ള ഒരു മെമ്മറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മെമ്മറി വേർ ദ ഇമേജ് ഈസ് സ്റ്റോർഡ് ആസ് എ മെട്രിക്സ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂസ് ഓഫ് പിക്സൽസ്. ആസ് എ മെട്രിക്സ്, ഒരു മെട്രിക്സ് ഫോമിലാണ്, അതൊരു ലോജിക്കൽ കോൺസെപ്റ്റാണ്. നമ്മൾ ആ ഒരു ഡിജിറ്റൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഫോമിലാണ്. മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്, റോസ് ആൻഡ് കോളംസ് ഉള്ള പിക്സൽസ് ആണ് അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് അതിനകത്ത് റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. റോസും കോളംസിലും എന്താണ് ഉണ്ടാവുക, പിക്സൽസ് ആണ് ഉണ്ടാവുക അല്ലേ. റോ വൈസ് ആൻഡ് കോളം വൈസ് പിക്സൽസ് ആണ് ഉണ്ടാവുക. സോ അതുപോലെ തന്നെയുള്ള ഒരു മെട്രിക്സ് രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഫ്രെയിം ബഫറും ഉള്ളത്. ആ ഒരു മെട്രിക്സിലാണ് നമ്മുടെ ഇമേജസിൻ്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഇമേജിൻ്റെ എന്തൊക്കെ ഇൻഫർമേഷനാണ്, ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി, എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണം ഓരോ ഇമേജിൻ്റെ ഓരോരോ ഭാഗത്ത് അല്ലേ. പിന്നെ അതിൻ്റെ ഡെപ്ത്, എത്രത്തോളം പിക്സൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വരക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്പെഷ്യൽ മെമ്മറി ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് റിഫ്രഷ് ബഫർ എന്ന് പറയാറുണ്ട്. ഓർ വേറൊരു ഡെഫിനിഷൻ നോക്കാം ഫ്രെയിം ബഫറിൻ്റെ, ദ പോർഷൻ ഓഫ് ദ മെമ്മറി, മെമ്മറിൻ്റെ ഒരു ഭാഗം യൂസ്ഡ് ടു ഹോൾഡ് ദ പിക്സൽസ് ഈസ് കോൾഡ് ഫ്രെയിം ബഫർ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഭാഗത്തിൽ നമ്മൾ ഈ പിക്സൽസ് സ്റ്റോർ ചെയ്യുന്നു, ഹോൾഡ് ദ പിക്സൽസ്, കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പിക്സൽസ് ഹോൾഡ് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ദ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഫോർ ഓൾ പിക്സൽസ് ആർ സ്റ്റോർഡ് ഇൻ ടു എൻ അറേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. അപ്പോൾ നമ്മുടെ ഒരു മെമ്മറിയിൽ എല്ലാ പിക്സൽസിൻ്റെയും, കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള എല്ലാ പിക്സൽസിൻ്റെയും ഇൻറ്റൻസിറ്റി ഒരു അറേ പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഫ്രെയിം ബഫർ മെയിൻലി യൂസ് ചെയ്യുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിലാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു വേർഡാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. അപ്പോൾ അത് പഠിക്കാനുണ്ട് ഇനി നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ആൻഡ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. അപ്പോൾ ഈ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ മനസ്സിലാക്കുക. കാരണം ഇനിയും ഈ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് റാസ്റ്റർ സ്കാൻ എന്ന് കേൾക്കാം. സോ ഒരു എന്താണ് ആ റാസ്റ്റർ സ്കാൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് ദിസ് ഈസ് എ കമ്പ്യൂട്ടർ സ്ക്രീൻ. അപ്പോൾ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ റോ വൈസും കോളം വൈസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിക്സൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സ്കാൻ ചെയ്യുക, റാസ്റ്റർ സ്കാൻ സിസ്റ്റം ആണെങ്കിൽ അത് സ്കാൻ ചെയ്യുക ദ ടോപ്പ് ലെഫ്റ്റ് നിന്നാണ് സ്കാനിങ് തുടങ്ങുക. ഇനി ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് പോവുകയും പിന്നെ നെക്സ്റ്റ് സ്കാനിങ് എന്ന് പറയുന്നത് ഇവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും പോവും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഇമേജസ് ഇവിടെ എന്ത് ചെയ്യും, സ്ക്രീനിൽ വ്യൂ ചെയ്യും.
ജസ്റ്റ് അത് മനസ്സിലാക്കുക ഇപ്പോഴും. അപ്പോൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്? റാസ്റ്റർ സ്കാൻ എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്? നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിലേക്ക് വരും. അങ്ങനെ സീക്വൻഷ്യലി നെക്സ്റ്റ് ലൈനിലേക്ക് വന്ന് അങ്ങനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എത്തിപ്പെടുന്നു അല്ലേ, ബോട്ടം റൈറ്റ് വരെ എത്തിപ്പെടുന്നു. അങ്ങനെ ഇതിപ്പോൾ പിക്സൽ ബൈ പിക്സൽ ആയിട്ട്, ഇപ്പോൾ പിക്സൽ ബൈ പിക്സൽ ആയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത്, പിക്സൽ ബൈ പിക്സൽ ആയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇമേജസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേഡ് ആവും. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ലൈറ്റ് വന്ന് പതിക്കുക. അപ്പോൾ അത് ഡിസ്പ്ലേഡ്. അങ്ങനെയുള്ള സ്കാനിങ് സിസ്റ്റം ആണ് നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നത്, റിഫ്രഷ് ബഫർ യൂസ് ചെയ്യുന്നത് നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേൻ്റെ അകത്തായിരിക്കും. A 1024 into 1024 element square raster requires 2⁻20 മെമ്മറി ബിറ്റ്സ് ആവശ്യമായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ 1024 എന്ന് പറയുമ്പോൾ റോ വൈസ് എത്ര പിക്സൽസ് ഉണ്ടാവും? ഒരു റോയില് 1024, പിന്നെ 1024 കോളം വൈസിലും ഉണ്ടാവും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൻ്റെ അകത്തുള്ള പിക്സൽസ് എത്ര വേണോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ 1024 എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു റോയിലുള്ള പിക്സലാണിത് 1024. ഒരൊറ്റൊരു കോളത്തിലുള്ള പിക്സലാണിത്, പിക്സൽസ് ദ നമ്പർ ഓഫ് പിക്സൽസ് ആണിത് 1024. അപ്പോൾ 1024 into 1024 എന്ന് പറയുന്നത് 2⁻20 ആണ്. 2⁻20 എന്ന് പറയാൻ കാരണം എന്താ? 2⁻10 എന്ന് പറയുന്നത് എന്താണ്? 1024 ആണ്. സോ 2⁻20 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1024 into 1024 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻20 എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 2⁻20 എന്ന് പറയുന്നത് 10,48,576 മെമ്മറി ബിറ്റ്സ് ഇൻ എ സിംഗിൾ ബിറ്റ് പ്ലെയിൻ. സിംഗിൾ ബിറ്റ് പ്ലെയിനിൽ ഇത്രയും ബിറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും കമ്പ്യൂട്ടർ മെമ്മറിയിൽ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം അത്രയും പിക്സൽസിൻ്റെ ആവശ്യമായിട്ടുള്ള ബിറ്റും കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പം എന്താണ് ഫ്രെയിം ബഫർ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റിഫ്രഷ് ബഫറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇനിയും. ആ സമയത്ത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത് DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് ഡിജിറ്റലാണ്, ബൈനറി ഫോമിലാണ് അത് സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്? അനലോഗ് ആണ്. സ്ക്രീനിൽ ഇമേജസ് കാണുന്നത് ഡിജിറ്റൽ ഫോം 0, 1 ആയിട്ടല്ല, എന്താണ്? അനലോഗ് ആയിട്ടാണ് കാണുന്നത് ഇമേജസ്. സോ ആ കമ്പ്യൂട്ടർ മെമ്മറീൻ്റെ അകത്തുള്ള ബിറ്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം അനലോഗിലേക്ക്. ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫ്രെയിം ബഫർ ഇസ് എ ഡിജിറ്റൽ ഡിവൈസ്. ഫ്രെയിം ബഫർ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ മെമ്മറി ആണ് അല്ലേ. അപ്പോൾ ഫ്രെയിം ബഫർ ഇസ് എ ഡിജിറ്റൽ ഡിവൈസ് വൈൽ CRT ഈസ് ആൻ അനലോഗ് ഡിവൈസ്. CRT എന്ന് പറയുന്നത് കാത്തോഡ് റേ ട്യൂബ് എന്നാണ്. കാത്തോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സ്ക്രീൻ, ഒരു സ്ക്രീൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാത്തോഡ് റേ ട്യൂബിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ CRT എന്ന് പറയുന്നത് സ്ക്രീനാണ്, കമ്പ്യൂട്ടർ സ്ക്രീനാണ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടർ സ്ക്രീനാണ് ഇത് CRT, കാത്തോഡ് റേ ട്യൂബ്. അത് അനലോഗ് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ സോ കൺവേർഷൻ ആവശ്യമായിട്ട് വരും അല്ലേ. Conversion from a digital representation to an analog signal must take place when information is read from the frame buffer and displayed on the raster CRT graphics device. അപ്പോൾ നമ്മുടെ റാസ്റ്റർ CRT കാത്തോഡ് റേ ട്യൂബ് സ്ക്രീനിൽ നമുക്ക് ഇമേജസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഫ്രെയിം ബഫറിൻ്റെ അകത്തുള്ള ബിറ്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് അനലോഗാക്കി മാറ്റിയിരിക്കണം. അപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ എ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, DAC ഉപയോഗിച്ചിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. Each pixel in the frame buffer must be accessed and converted by DAC before it is visible on the raster CRT.
അപ്പോൾ നമ്മുടെ DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ബഫറിൻ്റെ അകത്തുള്ള ബിറ്റ്സിനെ ദാറ്റ് ഇസ് ഡിജിറ്റിനെ കൺവേർട്ട് ചെയ്ത് അനലോഗ് സിഗ്നൽ ആക്കി അല്ലെങ്കിൽ ഇമേജ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഫ്രെയിം ബഫർ. ഫ്രെയിം ബഫർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിം ബഫേഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു 4 ടൈപ്സ് ഓഫ് ഫ്രെയിം ബഫേഴ്സ് എഴുതിയിട്ടുണ്ട്. മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫർ, ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫർ, സിംപ്ലസ്റ്റ് കളർ RGB റെഡ് ഗ്രീൻ ബ്ലൂ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം ബഫർ, ദെൻ കോംപ്ലക്സ് കളർ RGB ഫ്രെയിം ബഫർ മോഡൽ. അങ്ങനെ നമ്മുടെ ഫ്രെയിം ബഫർ 4 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫറും ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫറുമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫ്രെയിം ബഫർ എന്താണെന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഫ്രെയിം ബഫർ ഈസ് യൂസ്ഡ് ഇൻ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. എന്താണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ നമുക്ക് മനസ്സിലായി. ആ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേൻ്റെ അകത്താണ് ഫ്രെയിം ബഫർ യൂസ് ചെയ്യുക. ഫ്രെയിം ബഫർ ഈസ് എ ലാർജ് കോണ്ടിഗസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ടുള്ള. ഓക്കെ, ഫ്രെയിം ബഫർ ഈസ് എ ലാർജ് കോണ്ടിഗസ് പീസ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറിൻ്റെ ഒരു ഭാഗമാണ്, വളരെ വലിയ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഭാഗം ആണ് നമ്മുടെ ഫ്രെയിം ബഫർ. ഇറ്റ്സ് ഹാസ് അബൌട്ട് 2D അറേ സ്ട്രക്ചർ. 2D അറേ സ്ട്രക്ചർ ആണ് അതിനുള്ളത്. 2D അറേ എന്ന് പറയുന്നത് എന്തായിരിക്കും, മെട്രിക്സ് ഫോം അല്ലേ 2D അറേ. റോസും ഉണ്ടാവും കോളംസും ഉണ്ടാവും. ദാറ്റ് ഈസ് 2D അറേ സ്ട്രക്ചർ ആണ് അതിന് ഉണ്ടാവുക. ഇൻ ദ ഫ്രെയിം ബഫർ കറണ്ട് ഇമേജ് ഡീറ്റെയിൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. നമ്മുടെ ഫ്രെയിം ബഫറിൻ്റെ അകത്ത് നമുക്ക് ഏതാണോ ഇമേജ് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് ആ ഇമേജിൻ്റെ ബിറ്റ്സിനെയാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുക. ഈച്ച് ബിറ്റ് ഫോർ സിംഗിൾ പിക്സൽ. ഓരോ ബിറ്റും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഓരോ പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈച്ച് ബിറ്റ്, ഓരോ ബിറ്റും ഓരോ പിക്സൽ. പിക്സൽ എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നതാണ് ഇത് പിക്സൽ. ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ ആ പിക്സലിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മളൊരു ബിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ബിറ്റും എന്തിന് ഇക്വലൻ്റ് ആണ്, ഒരു സിംഗിൾ പിക്സലിന് ഇക്വലൻ്റ് ആണ്. ഇറ്റ് മേ ബി, ഇറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം ബഫർ മേ ബി പാർട്ട് ഓഫ് മെയിൻ മെമ്മറി ഓർ സ്പെഷ്യൽ ഗ്രാഫിക്സ് മെമ്മറി ഫോർ മോഡേൺ സിസ്റ്റംസ്. ദാറ്റ് മീൻസ് ശരിക്കും ഈ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മെമ്മറി, കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയുടെ ഒരു ഭാഗമാണ്. ബട്ട് ഇപ്പോഴത്തെ പല മോഡേൺ കമ്പ്യൂട്ടേഴ്സിലും ഗ്രാഫിക്സ് മെമ്മറി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മെമ്മറി തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ചിലപ്പോൾ അവിടെയായിരിക്കും നമ്മുടെ ഫ്രെയിം ബഫർ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിം ബഫർ ഈസ് മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫർ. ഇറ്റ്സ് നോൺ ആസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ. ബ്ലാക്കും വൈറ്റും മാത്രമേ ഉണ്ടാവും. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. വൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 ആയിരിക്കും. പിക്സലിന് ഇക്വലന്റ് 1 ആയിരിക്കും മെമ്മറിയിൽ ഉണ്ടാവുക. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ പിക്സലിന് ഇക്വലന്റ് ആയിട്ട് 0 ആണ് മെമ്മറിയിൽ ഉണ്ടാവുക. അത് മാത്രമേ ഉണ്ടാവും, ബ്ലാക്കും വൈറ്റും മാത്രം. അതാണ് മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫർ. Frame buffer for monochromatic monitor is a simplest frame buffer model. It is the simplest frame buffer model where each pixel of screen is reserved 1 bit of memory space. Okay, നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഓരോ പിക്സലിനും ഇക്വാലന്റ് ആയിട്ട് 1 ബിറ്റ്, ഓരോ പിക്സലിന് ഇക്വാലന്റ് ആയിട്ട് ഓരോ ബിറ്റ് വീതമായിട്ടാണ് കമ്പ്യൂട്ടർ മെമ്മറിയുടെ അകത്ത് ഉണ്ടാവുക. ഫ്രെയിം ബഫർ ഈസ് അനലോഗസ് ടു കമ്പ്യൂട്ടർ സ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള അതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഫ്രെയിം ബഫർ. സപ്പോസ് ദിസ് ഈസ് ദ ഫ്രെയിം ബഫർ. അപ്പോൾ ആ ഇതാണ് ഫ്രെയിം ബഫർ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രെയിം ബഫർ. അപ്പോൾ ദിസ് ഈസ് ദ ഫ്രെയിം ബഫർ. ഫ്രെയിം ബഫർ 2 ഡയമെൻഷണൽ അറേ ഓർ മെട്രിക്സ് ഫോമിലാണുള്ളത് അല്ലേ. റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ഇവിടെയൊക്കെ ബിറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം 1 ബിറ്റ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ഒരു പൊസിഷനിൽ 1 ബിറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരു 1 ബിറ്റ് എന്താണ്, അവിടെ 1 ആണുള്ളത്. ഓക്കെ, ആ 1 ബിറ്റിനെ രജിസ്റ്ററിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ രജിസ്റ്റർ. അപ്പോൾ ആ രജിസ്റ്ററിൽ 1 ബിറ്റ് ഉണ്ട്. ആ 1 ബിറ്റിനെ DAC ഉപയോഗിച്ചിട്ട്, DAC നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. DAC എന്ന് പറഞ്ഞാൽ എന്താ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പൊ ഈ 1നെ അനലോഗ് സിഗ്നൽ ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് സ്കാൻ ചെയ്യും. ഓക്കെ, നമ്മുടെ സ്ക്രീൻ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. നിങ്ങൾക്കറിയാം CRT എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. റാസ്റ്റർ സ്കാൻ സിസ്റ്റം എവിടുന്ന സ്കാൻ ചെയ്യുക, ടോപ്പ് ലെഫ്റ്റ് കോർണറിന് സ്കാൻ ചെയ്യും. അപ്പോൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, ഒരു ലൈൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് ലൈൻ സ്കാൻ ചെയ്യും, അങ്ങനെ നെക്സ്റ്റ് ലൈൻ സ്കാൻ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു പൊസിഷന് ഇക്വാലന്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എവിടെയാണ്, സപ്പോസ് ഇവിടെയാണ് വിചാരിക്കുക, അപ്പോൾ ഇവിടെയുള്ള പിക്സൽ എന്ത് ചെയ്യും, നമ്മൾ ഗ്ലോ ചെയ്യും. അപ്പോൾ ഈ മൊണോക്രോമാറ്റിക് ഫ്രെയിം ബഫറിന്റെ കേസസിൽ ഇവിടെ ഇപ്പം 1 വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരിക, വൈറ്റ് കളർ. മൊണോക്രോമാറ്റിൽ വൈറ്റും ബ്ലാക്കും മാത്രമേ ഉള്ളൂ. സപ്പോസ് ഇനിയിപ്പോൾ ഇവിടെ ഒരു 0 ആണെന്ന് വിചാരിക്കും, അപ്പോൾ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അപ്പോൾ ഇവിടെ ഒരു എന്തായിരിക്കും 0, ഇവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരും, ബ്ലാക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഈ 0 ആയിരിക്കും രജിസ്റ്ററിൽ ഉണ്ടാവുക. ആ 0നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അതിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു. ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് ഗ്ലോ ചെയ്യിപ്പിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്ത് കളറാണ് ഉണ്ടാവുക, ബ്ലാക്ക് ആണ് ഉണ്ടാവുക. 0 ആണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും, 1 ആണെങ്കിൽ എന്തുണ്ടാവും, വൈറ്റ് കളർ മാത്രമേ ഉണ്ടാവും. നമ്മുടെ സ്ക്രീനിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറും വൈറ്റ് കളറും മാത്രം വരും. ഓക്കെ, അതാണ് മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ബഫർ വരുന്നത് എന്താണ്, ഗ്രേ സ്കെയിൽ ആണ്. ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫർ ഓർ ഗ്രേ ഇമേജ്. ഗ്രേ ഇമേജ് ഇതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല ഗ്രേ വരും. ദാറ്റ് മീൻസ് ഡാർക്കർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്ലാക്ക്. ലെസ് ഡാർക്കർ ആയിട്ടുള്ള പോർഷൻ, ബ്രൈറ്റർ ആയിട്ടുള്ള, വളരെയധികം മോർ ബ്രൈറ്റർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. പിന്നെ അത് ലെസ് ബ്രൈറ്റ് ആയിട്ടുള്ള ഉണ്ട്. അങ്ങനെ ഒരുപാട് വേരിയേഷൻ, ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും വേരിയേഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രെയിം ബഫറാണ് ഇത്, ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫർ ഓർ ഗ്രേ ഇമേജ്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫ്രെയിം ബഫേഴ്സ് ആണ്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഒക്കെയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ ഗ്രേ ഇമേജസ് എന്താണ്, ഗ്രേ ഇമേജസ് നമുക്ക് നോക്കാം. വേരിയസ് ഇന്റൻസിറ്റി ലെവൽ ഓഫ് ലൈറ്റ് ഓൺ എ സിംഗിൾ ഇമേജ്. അപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ ഇമേജിന്റെ അകത്ത് പല ഇന്റൻസിറ്റിയിലെ ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് സം പോർഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഡാർക്കർ. ചില ഇമേജിന്റെ പോർഷൻസ് ഡാർക്കർ ആയിരിക്കും, ചിലത് ലെസ് ഡാർക്കർ ആയിരിക്കും, ചിലത് ബ്രൈറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് മോർ ബ്രൈറ്റർ ആയിരിക്കും. അപ്പൊ അതിന്റെ വേരിയേഷൻ വരുന്ന ഒരു ഇമേജ് ആണ് ഇത് ഗ്രേ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ലെവൽ ഓഫ് ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് വേരിയസ് ഇന്റൻസിറ്റി കാണിക്കുന്നു. ബ്രൈറ്റർ ആകാം, ലെസ് ബ്രൈറ്റർ ആകാം, ഡാർക്കർ ആകാം, ലെസ് ഡാർക്കർ ആകാം. അങ്ങനെയുള്ള ഇമേജസ് ആണ് ഗ്രേ ഇമേജസ് എന്ന് പറയുന്നത്. ടു ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള ഇമേജസിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് to display the gray images we need additional bit planes depending upon the intensity level of light. അങ്ങനെയുള്ള ഗ്രേ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് അഡീഷണൽ ബിറ്റ് പ്ലെയിൻസ് ആവശ്യമായിട്ട് വരും. കാരണം ഓരോന്നിനും ഓരോ ഇന്റൻസിറ്റി ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ബ്രൈറ്റസ്റ്റ് ഉണ്ടാവും, പിന്നെ ലെസ് ബ്രൈറ്റസ്റ്റ് ഉണ്ടാവും, ഡാർക്ക് ഉണ്ടാവും, ലെസ് ഡാർക്ക് ഉണ്ടാവും. അപ്പം അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഡിഫറെൻറ്റ് ബിറ്റ് പ്ലെയിൻസ് ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബിറ്റ് പ്ലെയിൻസ്, ഡിഫറെൻറ്റ് ബിറ്റ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം ബഫർ മാത്രമല്ല, ഒന്ന് കൂടുതൽ ഫ്രെയിം ബഫർ ഉണ്ടാവും. സോ അപ്പോൾ ഒരു പിക്സൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിറ്റ് ആവശ്യമായില്ല, ഒന്ന് കൂടുതൽ ബിറ്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു കേസസ് ഉണ്ടാകാം. മനസ്സിലായോ? ഒരു പിക്സൽ, നമ്മളിപ്പോൾ മോണോക്രോമാറ്റിക്കിൽ പഠിച്ചത് ഒരു പിക്സലിന് ഇക്വലന്റ് ആയിട്ട് ഒരു ബിറ്റ്. പക്ഷേങ്കിൽ ഇവിടെ ഗ്രേ ഇമേജസിൽ ഒരു പിക്സലിന് ഇക്വലന്റ് ആയിട്ട് എന്താണ് വരാം, നമുക്ക് ഒന്ന് കൂടുതൽ ബിറ്റ് ആവശ്യമായിട്ട് വരാം. കാരണം ഇന്റൻസിറ്റി ലെവൽ റെപ്രസെന്റ് ചെയ്യണം. പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഗൺ. ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്യുമല്ലോ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഈ ഇലക്ട്രോൺസ് വന്ന് പതിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇഫ് വി ഹാവ് n ബിറ്റ് പ്ലെയിൻ ബഫർ ഉണ്ടെങ്കിൽ നമുക്ക് 2n ലെവൽ ഓഫ് ഇന്റൻസിറ്റീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് n ബിറ്റ് പ്ലെയിൻ ബഫർ ആണ് ഉള്ളെങ്കിൽ n ബിറ്റ് പ്ലെയിൻ ബഫർ നമുക്ക് ഫ്രെയിം ബഫർ ഉണ്ടല്ലോ, ആ ഫ്രെയിം ബഫർ നമുക്ക് n നമ്പർ ഓഫ് ബഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഇന്റൻസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും, 2n ലെവൽ ഓഫ് ഇന്റൻസിറ്റീസ്, പലതരത്തിലുള്ള ഇന്റൻസിറ്റി നമുക്ക് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. റേഞ്ചിങ് ഫ്രോം 0 എന്ന് പറയുന്നത് ഡാർക്കസ്റ്റ് ആണ്, 2n -1 എന്ന് പറയുന്നത് ബ്രൈറ്റസ്റ്റ് ആണ്. ലെവൽ ഓഫ് ഇന്റൻസിറ്റി ഫോർ 3 ബിറ്റ് പ്ലെയിൻ. ഇപ്പൊ 3 ബിറ്റ് പ്ലെയിൻ ഫ്രെയിം ബഫർ നമ്മൾ 3 ഫ്രെയിം ബഫറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് എത്രത്തോളം ഇന്റൻസിറ്റി വാല്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 2⁵, ദാറ്റ് ഈസ് 8
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പം മനസ്സിലായി എന്ന് വരില്ല, പക്ഷേങ്കിൽ ഈ ഒരു പിക്ചർ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇൻറ്റൻസിറ്റി ഇപ്പോൾ ബ്ലാക്ക് ടു വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒരുപാട് ഇൻറ്റൻസിറ്റി പോകുന്നുണ്ട് അല്ലേ, പല പല ഗ്രേ കളറിലും. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ മോണോക്രോമാറ്റിക്കിൽ കണ്ടത് 0ഉം 1ഉം മാത്രമാണ് അല്ലേ. മോണോക്രോമാറ്റിക്കിൽ 0 എന്ന് പറയുന്നത് എന്താണ്? അവിടെ ബ്ലാക്ക് ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് ആണ്. അത് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഗ്രേയിൽ വരുന്ന സമയത്ത് ഒരുപാട് വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ. ഗ്രേ കളറ് ബ്ലാക്ക് മാത്രമല്ല, അതിന് ലെസ് ബ്ലാക്ക് ആയിട്ട് അങ്ങനെ വൈറ്റ് ആയിട്ട് ഒക്കെ ഡിഫറെൻറ്റ് വേരിയേഷൻ ഇൻറ്റൻസിറ്റി കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ 3 ബിറ്റ് യൂസ് ചെയ്യാം. ഒരു പിക്സലിന് ഇക്വാലൻ്റ് ആയിട്ട് 3 ബിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, പിക്സൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു പിക്സൽ, അതിന് ഇക്വാലൻ്റ് ആയിട്ട് നമുക്ക് 3 ബിറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ 0 0 0 അപ്പോൾ 3 ബഫേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് n ലെവൽ ബിറ്റ് പ്ലെയിൻ ബഫർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 3 ബിറ്റ് പ്ലെയിൻ ബഫർ എന്ന് പറയുന്നത് 3 ബഫേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ദ n ബിറ്റ് ഫ്രെയിം ബഫർ n ഈക്വൽ ടു ഇവിടെ 3 ആണ്. അപ്പോൾ 3 എന്തുപയോഗിച്ചിട്ടുണ്ട്? ഫ്രെയിം ബഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണില്ലേ 3. അപ്പോൾ ഇവിടെ ഒരു ബിറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ബിറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ബിറ്റ് ഉണ്ടാവും. ആ 3 ബിറ്റും ഇവിടെ സപ്പോസ് ഇവിടെ 0 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ആ ബിറ്റിനെ രജിസ്റ്ററിൽ നമ്മൾ എടുത്തു 0 1 0. അതിനെ എന്തെങ്കിലേക്കും ഡിജിറ്റലിന് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രത്യേക പൊസിഷൻ, ദിസ് ഇസ് ദ പിക്സൽ. CRT എന്ന് പറയുന്ന നമ്മുടെ സ്ക്രീനിലുള്ള ആ പിക്സലിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഒന്നുകിൽ ഗ്രേ കളറാണോ ഡാർക്ക് ആണോ. അപ്പോൾ 0 1 0 എന്ന് പറയുമ്പോൾ ഗ്രേ കളറുള്ള ഒരു പിക്സലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അതാണ് ഈ n ബിറ്റ് ഫ്രെയിം ബഫർ എന്നൊക്കെ പറയുന്നത്. ഇവിടെ n ബിറ്റ് ഫ്രെയിം ബഫർ എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലേ. n ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ബഫേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ 0 0 0 ആണെങ്കിൽ അത് ബ്ലാക്ക് ആണ്, ഡാർക്കസ്റ്റ്. പിന്നെ 0 0 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ലെസ് ഡാർക്കസ്റ്റ് ആയി. 0 1 0 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെസ് ആയി. 0 1 1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലെസ് ആയി ഡാർക്ക് അല്ലേ. 1 0 0 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താവും? ഡാർക്ക് കുറയും. 1 0 1 എന്ന് പറയുമ്പോൾ പിന്നെയും നന്നായിട്ട് ഡാർക്ക്നെസ് കുറഞ്ഞു. 1 1 0 എന്ന് പറയുമ്പോൾ നല്ലോണം ഡാർക്ക്നെസ് കുറഞ്ഞു. 1 1 1 എന്ന് പറയുമ്പോൾ അവിടെ ഡാർക്കേ ഇല്ല, വൈറ്റ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേ സ്കെയിൽ എന്താണ് ഫ്രെയിം ബഫർ ആണ് പറയുന്നത്. സോ ഇവിടെ ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫറിന്റെ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഫ്രെയിം ബഫർ ആവശ്യമായിട്ട് വരും. കാരണം ഈ 3ൻ്റെ അകത്തും എന്തുണ്ടാവും? ഇതിന് ഈക്വലൻ്റ് ആയിട്ട് രജിസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ബിറ്റ് എന്ത് ചെയ്യും? റീഡ് ചെയ്യും ഓരോ സമയത്തും. ഇതിപ്പോൾ സ്കാൻ ചെയ്യുമല്ലോ. ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നത് ഇപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇതായിരിക്കും, മെമ്മറിയിൽ ഇതായിരിക്കും, ഇവിടെ ഉണ്ടാവും. മെമ്മറിയിൽ ഈ ബിറ്റ് ആയിരിക്കും, മെമ്മറിയിൽ ഈ ബിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് സ്കാനിങ് അടുത്ത പിക്സലിലേക്ക് വരുന്ന സമയത്ത് മെമ്മറിയിൽ ഈ ഒരു ബിറ്റ് ആയിരിക്കും, ഈ ഒരു ബിറ്റ് ആയിരിക്കും, ഈ ഒരു ബിറ്റ് ആയിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് സ്കാനിങ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്തു. അപ്പോൾ അവിടെ ഏതെങ്കിലും മെമ്മറിയിൽ ബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് ബിറ്റുകൾ നമ്മുടെ രജിസ്റ്ററിൽ വരികയും അതിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റി ലെവൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മുടെ ആ ഒരു CRT സ്ക്രീനിൻ്റെ അകത്ത് എത്ര പിക്സൽസ് ഉണ്ടോ അതിനനുസരിച്ച് തന്നെയായിരിക്കും ഒരു ഫ്രെയിം ബഫറിൻ്റെ അകത്തുള്ള ബിറ്റ്സ് ഉണ്ടാവുക, നമ്പർ ഓഫ് ബിറ്റ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. കളർ, സിമ്പിൾ കളർ ഫ്രെയിം ബഫറും ഉണ്ട്, കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫറും ഉണ്ട്. ഓക്കെ.